എവിടെ മേവില്ല പറഞ്ഞാൽ ഇപ്പം ഇവിടെ മേവ് കഴിഞ്ഞു, ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഈ മേവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു നരക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ തന്നെ, കാരണം താറാവില്ലല്ലോ ഇപ്പം എല്ലായിടത്തും, കാരണം നമ്മുടെ തലമുറയും കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പഴയ തലമുറ ആയതുകൊണ്ടാണ് താറാവുകളെ കാണുന്നത്. പുതിയ ആൾക്കാർക്ക് എന്ത് താറാവ് വന്നിരിക്കുന്നത്? കുറുക്കനോ വരാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്ത് കാവലുണ്ടാവും. ഈ പിന്നെ നമുക്ക് ഈ വയലിലൊക്കെ ഇറക്കുമ്പോൾ ഈ പട്ടികളുടെ അങ്ങനെ എന്തെങ്കിലും ശല്യം ഉണ്ടാവുമോ? ഉണ്ടാവും. പച്ചപ്പ് വിരിച്ച വയനാടൻ പാടങ്ങളിൽ വീണ്ടും താറാവിൻ കൂട്ടങ്ങൾ വിരുന്നെത്തുകയാണ്. കർഷകരുടെ നെഞ്ചകം തൊട്ടറിഞ്ഞ് വയലുകളിലെ വിശപ്പടക്കാൻ പാലക്കാട്ടു നിന്നും എത്തിയവരാണ് ഈ കാഴ്ചയ്ക്ക് പിന്നിൽ. ഒരു കാലത്ത് കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടന്നിരുന്ന വയനാടിന്റെ നെൽവയലുകൾ ഇന്ന് ചരിത്രമായി മാറുകയാണ്. കമുകിനും കാപ്പിക്കും വാഴകൃഷിക്കും പാടങ്ങൾ വഴിമാറിയതോടെ വയനാട്ടിലെത്തുന്ന താറാവ് കൂട്ടങ്ങളുടെ എണ്ണത്തിലും വൻ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പേരിന് മാത്രമാണ് ജില്ലയിലെ പാടങ്ങളിൽ താറാവുകളെ മേയ്ക്കാൻ ആളുകൾ എത്തുന്നത്. നഞ്ചകൃഷിക്ക് മുന്നോടിയായി കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ താറാവുകളെ ഇറക്കുന്നത് വയലിലെ കീടങ്ങളെയും പോളരോഗത്തെയും ചെറുക്കാൻ സഹായിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അപ്പോൾ നമ്മുടെ വയനാട്ടിലേക്ക് ഇപ്പോൾ കുറച്ച് താറാവുകളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് പാലക്കാട്ടുകാരനായിട്ടുള്ള നാഗരാജേട്ടനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലിക്കാരുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, രാധാകൃഷ്ണൻ. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോൾ നമ്മളെ വയലിൽ ഇവിടെ എത്തിയപ്പോൾ കുറേ താറാവുകളുമായിട്ട് നമ്മുടെ വയലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടത്. ഇത് നമ്മുടെ അരിമുള അടുത്തുള്ള വയലാട്ടോ. നല്ല വളരെ ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെയാണ് ഒരുപാട് താറാവുകളായിട്ട് നമുക്കൊരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് എപ്പോഴും ഈ താറാവുകൾ കുറേ ഇങ്ങനെ നമ്മുടെ വയലുകളിലൂടെ ഇങ്ങനെ കാണുക എന്നുള്ളത് നമുക്ക് വയനാട്ടുകാർക്ക് പ്രത്യേകിച്ചൊരു വ്യത്യസ്തമായൊരു കാഴ്ചയായിരിക്കും. അപ്പോൾ നാഗരാജ് ചേട്ടാ, നമുക്ക് എത്ര വർഷമായി ഈ ഒരു താറാവുകളുമായിട്ട് ഇങ്ങനെ എത്തുന്നു വയനാട്ടിൽ? ഞാൻ വയനാട് ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെ മറ്റുള്ള എവിടേക്കാണ് പോലെ? ഞങ്ങൾ മൈസൂർ പോകും, അവിടെയൊക്കെ പോകും, പാലക്കാട് പോകും, പിന്നെ നെടുമ്പശ്ശേരി പോകും, അവിടെയൊക്കെ പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നിവിടെ എത്ര താറാവുകളെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇവിടെ 1800 താറാവുകൾ. ഇവരെങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ആലുവയിൽ നിന്നാണല്ലേ എടുത്തിട്ട് വരുന്നത്? അപ്പോൾ ഇവരെങ്ങനെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക? അവർ വണ്ടിയിൽ ലോറിയിൽ കയറ്റിയിട്ട് വരും. ലോറിയിൽ കയറ്റിയിട്ട് അവരുടെ വണ്ടി സ്വന്തം വണ്ടിയുണ്ട്. സ്വന്തം വണ്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഈ താറാവുകളെയൊക്കെ എങ്ങനെയാണ് അതിനകത്ത് സേഫായിട്ട് എങ്ങനെയാണ് കൊണ്ടുവരിക? അത് തട്ടുണ്ടാവും, ഒരു തട്ടുണ്ടാവും, അതിൽ കയറ്റിയിട്ട് ഓരോ തട്ടിൽ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ആലുവയിൽ നിന്ന് നമുക്ക് ഇവിടേക്ക്, അതായത് ഓരോ സ്ഥലങ്ങളിലേക്ക് നിങ്ങളിങ്ങനെ മേവുള്ള സ്ഥലം ഞങ്ങൾ എത്തും. എവിടെ മേവില്ല പറഞ്ഞാൽ ഇപ്പം ഇവിടെ മേവ് കഴിഞ്ഞു, ഇനി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. ഈ മേവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? നെല്ല്, നവിജി, തവള അതൊക്കെ നണ്ട് ഒക്കെ പിടിക്കും. അതായത് നമ്മളെ കൊയ്ത്ത് കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തീറ്റ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും വരുന്നതുകൊണ്ട് കർഷകർക്ക് കൂടി നല്ലൊരു കാര്യമാണല്ലോ ഈ താറാവുകളെ ഇറക്കുന്നത്. അതെന്തൊക്കെയാ? അവർക്ക് നമ്പ് മുളക്കില്ല, നെല്ല് നല്ല നെല്ല് കിട്ടും. ഇപ്പം ഈ നെല്ല് കണ്ടത്തിൻ്റെ ഉള്ളിൽ കിടക്കും, അതിനെ തെന്നും. അതിലേക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇറക്കുന്നത്. അതായത് ഈ കാടൊന്നും ഇങ്ങനെ വളരില്ല ഈ താറാവുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ? അത് വളരില്ല. അത് കർഷകർക്ക് നല്ല കൃഷി എടുക്കാനും നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ താറാവുകളെയും കൊണ്ടൊക്കെ ഇനിയിപ്പോൾ മൈസൂരേക്ക് പോകാന്ന് പറഞ്ഞത്, അവിടെ എന്തൊക്കെയാണ്? അവിടെ നെല്ല് തന്നെ വയൽ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വയനാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഓരോ കൃഷിയിടങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴേ ഇങ്ങനെ നമ്മൾ കർഷകരോടൊക്കെ സംസാരിച്ചിട്ട് അതെങ്ങനെയാണ് ഇവിടെ അവർ വിടാൻ പറയും. അവർ സുഖമായിട്ട് എന്താ പറയുക, നമ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിടുന്നത്. ഈ നണ്ടും പൂച്ചയൊക്കെ തിന്നും ഈ താറാവ്, അതിനാൽ അവർ വിടാൻ പറയും. അപ്പോൾ കർഷകർക്ക് മുട്ടയൊക്കെ കൊടുക്കും? മുട്ടയും കൊടുക്കും. ഇപ്പോൾ ഈ നമുക്ക് ഇങ്ങനെ ഈ വയലുകളിലാണോ താറാവ് മുട്ടയിടുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൂട്ടില് നമുക്ക് എങ്ങനെയാ അത് ഓരോ ദിവസവും കൂട്ടിലേക്ക് തിരിച്ചു കെട്ടും? നിങ്ങൾ എങ്ങനെയാ കൂടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ? റൗണ്ട് അടിക്കും.
ഇവിടെ അടുത്ത് തന്നെ? ആ, ഇത് അടുത്ത് തന്നെ. അപ്പോൾ നിങ്ങൾ തന്നെ അവിടെ താമസിച്ച് അവിടെ നിങ്ങൾക്ക് അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ നിങ്ങൾ അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ കൂടൊക്കെ കെട്ടി ഇവരെ അവിടെ രാത്രി കയറ്റും? പോക്കാനോ കുറുക്കനോ വരാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുത്ത് കാവലുണ്ടാവും. ഈ പിന്നെ നമുക്ക് ഈ വയലിലൊക്കെ ഇറക്കുമ്പോൾ ഈ പട്ടികളുടെ അങ്ങനെ എന്തെങ്കിലും ശല്യം ഉണ്ടാവുമോ? ആ, ഉണ്ടാവും. അതുണ്ടാകും, മുടുക്കും. അപ്പോൾ നമ്മുടെ ഈ താറാവുകളൊക്കെ നമ്മുടെ വയലിലേക്ക് ഇറക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് നമ്മുടെ കർഷകർക്കാണ്. നമ്മുടെ നെൽവയലുകളിൽ ഇറങ്ങുമ്പോൾ നെൽകർഷകർക്കാണ് കൂടുതലായിട്ടും ഉപകാരപ്പെടുക. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ ഈ പ്രദേശത്തൊരു നെൽകർഷകൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പാടശേഖര സെക്രട്ടറിയാണ്. പേരെന്ത്? ശങ്കരനാരായണൻ. അപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ പാടശേഖര സമിതിയുടെ സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ താറാവുകൾ നമുക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ കൂടിയാണ്. ഈ താറാവുകൾ ഇങ്ങോട്ട് നമ്മുടെ പണ്ട് കാലം മുതലേ ഇങ്ങനെ കണ്ടുവരുന്നതാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മുടെയൊക്കെ പിന്നെ ചെറുപ്പകാലം മുതൽ ഇഷ്ടംപോലെ താറാവുകൾ മേഞ്ഞിരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോൾ താറാവ് കൃഷി ഇല്ല. താറാവ് എന്ന് പറയുന്നത് കൃഷിക്കാരൻ്റെ സന്തത സഹചാരിയാണ്. കാരണം ഈ പിന്നെ വിത്തുകൾ തിന്നും, അതുപോലെ പിന്നെ കീടങ്ങളെ കണ്ടമാനം വിറ്റ് തിന്നുന്നുണ്ട്. കർഷകനൊരു ഉപകാരിയാണ് ഈ താറാവുകൾ വിടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ നട്ട് കഴിഞ്ഞൊരു 15 ദിവസം കഴിഞ്ഞ് ഇടയിളക്കാൻ വരെ താറാവുകളെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം താറാവ് പോയി കഴിഞ്ഞാൽ ശരിക്ക് കിള നശിച്ചു പോയിക്കോളും. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ്. നമ്മുടെ ഒരു കൃഷി ഒരുപാട് കുറഞ്ഞില്ലേ? നമ്മുടെ ഈ ഒരു പ്രദേശത്തൊക്കെ ആണെങ്കിലും വയലുകൾ ഒരുപാട് കുറഞ്ഞു പോയി. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും പിന്നെ ഒരു അവജ്ഞയോടെ വീക്ഷിക്കുന്നൊരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കർഷകനെ സംബന്ധിച്ചിടത്തോളം എന്നും നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ അവന്. ഒന്നാമത് കാലാവസ്ഥ ചതിക്കുന്നു, രണ്ടാമത് സാമ്പത്തിക പ്രശ്നങ്ങൾ, മൂന്നാമത് മാർക്കറ്റ്. ഏറ്റവും വലുതാണ് മാർക്കറ്റ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ സപ്ലൈകോ നെല്ലെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ പിന്നെ മാസങ്ങളോളം വയലിൽ നെല്ല് സംഭരിച്ച് വെച്ചു. അവസാനം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഔട്ടേണ്ടില്ല, അതുകൊണ്ട് വേണ്ടാന്ന്. അവസാനം ഞങ്ങൾ ബ്ലാക്കിന് കൊടുക്കുക ചെയ്തേ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക്. പക്ഷേ അത് ചകഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കടക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇത് പിന്നെ നമ്മുടെയൊക്കെ ജനിച്ച മുതലുള്ള കൃഷിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ തലമുറ ഇതിലേക്ക് നിൽക്കുന്നില്ല. അവർ പിന്നെ സോഫ്റ്റ്വെയറും അതും ഇതൊക്കെ ആയിട്ട് അവർ പോകുന്നു. അടുത്ത ഒരു തലമുറയും കൂടി ഉണ്ടാവുമായിരിക്കും കൃഷി. അത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ താറാവ് കർഷകരിലേക്ക് വരാം. ഇവര് എല്ലാ പ്രാവശ്യവും ഇവിടെ വരാറുണ്ട്. അതെ, അവർ ആ സീസൺ ആകുമ്പോൾ അവർക്കറിയാം. അപ്പോൾ അവരിവിടെ വരും. കാരണം വയലൊഴിഞ്ഞ് കിടക്കുന്ന സമയമാണ്. അപ്പം നമ്മൾ കൊയ്ത് ഒഴിഞ്ഞ പാടങ്ങളാണ്. ഈ പാടത്തൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അവർ കണ്ടമാനം അടിച്ച് ഇവിടെ വരും. താഴെ നാട്ടിൽ നിന്ന് പെരുമ്പാവൂർ, ആലപ്പുഴ അവിടെ നിന്നൊക്കെയാണ് വരുന്നത്. അവർ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമാണ്. ഇവിടെ എവിടെയെങ്കിലും മൂലയ്ക്ക് അവർ ഇരുന്നാൽ മതി. പിന്നെ അവിടുത്തെ പോലെ ഈ ബില്ലിംഗ് ഇല്ല. കർഷകന് ഇത്ര മുട്ട കിട്ടണം, ഇത്ര പൈസ കിട്ടണം എന്നൊന്നുമില്ല. ഇവിടെ വാങ്ങിയവർ വാങ്ങും, അത്രയേ ഉള്ളൂ. കൊടുത്തവർ കൊടുക്കും. അങ്ങനത്തെ ഒരു സമീപനമാണ് ഇവിടെ. നമ്മുടെ വയലുകളിലേക്ക് താറാവ് ഇറക്കിയാൽ മതി. അതാണ് നമുക്ക് ഏറ്റവും ഗുണം. അപ്പോൾ അവരുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാട്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കാണാത്തൊരു നരകമാണ്. കാരണം ആ ചളിയാണെങ്കിൽ ചളി, മഞ്ഞാണെങ്കിൽ മഞ്ഞ്, വെയിലാണെങ്കിൽ വെയിൽ, വല്ലാത്തൊരു ജീവിതമാണ് അവരുടെ. കാരണം അവർ വന്നങ്ങ് ആ ചളിയിലൊക്കെ കിടക്കുന്ന രംഗം കാണും. നിങ്ങൾ വൈകുന്നേരത്ത് വരികയാണെങ്കിൽ ആ കൂടിൻ്റെ അടുത്ത് നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു പരിതാപകരമാണ് അവരുടെ അവസ്ഥ കാണാൻ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു നൊസ്റ്റാൾജിയ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. നമ്മൾ കുട്ടികൾക്കടക്കം ഈ താറാവുകളെ ഭംഗിയായിട്ട് നമ്മളെ വയലിൽ കൂടെ ഇങ്ങനെ തീറ്റ തേടി നടക്കുന്ന വളരെ ഭംഗിയുള്ളൊരു കാഴ്ച കൂടിയാണ്. അതെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ തന്നെ, കാരണം താറാവില്ലല്ലോ ഇപ്പോൾ എല്ലായിടത്തും. കാരണം നമ്മുടെ തലമുറയും കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ പഴയ തലമുറ ആയതുകൊണ്ടാണ് താറാവുകളെ കാണുന്നത്. പുതിയ ആൾക്കാർക്ക് എന്ത് താറാവ് വന്നിരിക്കുന്നത്? പശുക്കളെ തന്നെ കാണുന്നില്ല ഇപ്പോൾ. പശുക്കളും പോയി. ഇവിടെ പശുക്കൾ കണ്ടമാനം വിറ്റൊഴിഞ്ഞു പോയി. ഇപ്പോൾ എല്ലാവരും എന്താ പറയുക, കൈ നനയാതെ മീൻ പിടിക്കുന്നത് എങ്ങനെയാണ്? അതാണ്. പക്ഷേ കർഷകൻ അങ്ങനെയല്ല. അവൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ
നമ്മുടെ എൽദോ ചേട്ടനാണിത്. ഇദ്ദേഹവും ഇവിടുത്തെ വലിയൊരു കർഷകനാണ്, നെൽകർഷകനാണ്. ചേട്ടൻ്റെ പാടത്തും താറാവ് എങ്ങനെയാണ് ഇവര്? നമുക്ക് എങ്ങനെയാണ് ഇവര് നമ്മളെ എല്ലാ കൊല്ലവും വരാറുണ്ടോ? ഒരു വർഷം കാലത്ത് വരലുണ്ട്, എല്ലാ വർഷങ്ങളും വരലുണ്ട്. ഇവര് നമ്മുടെ പാടശേഖരങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇതിന് നമ്മുടെ വയലുകൾക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടും? ഇത് താറാവ് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇളക്കം കിട്ടുന്നുണ്ട്. മറ്റേ നമ്മൾ നാട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഇതാണ് ഇത്. ഇതിക്ക് മുമ്പ് ഈ പാഴ്വിത്തുകളൊക്കെ പറക്കിയെടുക്കും, പിന്നെ കീടങ്ങളൊക്കെ ഇതാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് നല്ലത് തന്നെയാണ് താറാവ് ഇറങ്ങുന്നത്. ഇവരുടെ ഈ ഒരു സമയം എങ്ങനെയാണ്? നമ്മൾ ഇവരെങ്ങനെ ഏത് സമയത്താണ് ഇവരെത്താറ് ഈ താറാവ്? ഇവർ നമ്മുടെ ഈ ഒരു ജൂൺ മാസം മഴ പിടിക്കുന്ന ആ സമയത്താണ് ഇവർ. കാരണം വെള്ളമുണ്ടെങ്കിൽ മാത്രമാണ് ഈ താറാവ് പഴുവിത്തുകൾ പറക്കുകയുള്ളൂ. ആ സമയത്താണ് ഇവർ വരവ്. ഈ പ്രദേശത്തെ ഒരു നെൽകൃഷിയൊക്കെ എങ്ങനെ പണ്ടും ഇപ്പോഴും ഒക്കെ? നെൽകൃഷി പണ്ട് കാലത്ത് കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചിലവ് കൂടുതൽ, മറ്റുള്ള ഇതുകൊണ്ടൊക്കെ ആൾക്കാർ ഇതിൽ നിന്ന് വിട്ടു മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൃഷിക്ക് ഇപ്പോൾ ഈ താറാവ് ഇറക്കുന്നതുകൊണ്ട് നമുക്ക് വളം ഒരു ഇതും കൂടിയാണ്. നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക, നമ്മുടെ വയലിനൊരു നമ്മുടെ ഒരു ജൈവ ഒരു വളം കൂടി കിട്ടുകയാണ് ഈ താറാവിന്. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് നമുക്ക് താറാവിന് ഇറക്കുമ്പോൾ നമുക്ക് വളം കുറച്ച് ചെയ്താൽ മതി എന്നിങ്ങനെ ഒരു പറഞ്ഞു കേട്ടു. ഇത് കാഷ്ടിക്കുന്ന ഒരു ഇതാണല്ലോ, ആ വളം നമ്മുടെ കൃഷിയിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഒരു ഇളക്കം കൂടെ കിട്ടും മണ്ണിനൊരു. താറാവ് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ഇളക്കം അല്ലേ? അതെ അതെ. 1200ഓളം താറാവുകളാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ പക്കലുള്ളത്. കൃഷിഭൂമിയുടെ ഉടമയ്ക്ക് ഏക്കറിന് 10 മുട്ട വീതം നൽകിയാണ് ഇവർ പാടങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നത്. എന്നാൽ നെൽകൃഷി വൻതോതിൽ അപ്രത്യക്ഷമാകുന്നതോടെ ഈ പരമ്പരാഗത തൊഴിൽ മേഖലയും വലിയ ഒരു പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. വയനാട്ടിലെ ഇടവേള കഴിഞ്ഞ് കർണാടകയിലെ പാടങ്ങളിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുമ്പോഴും വരും വർഷങ്ങളിൽ ഈ താറാവുകൂട്ടങ്ങൾ പാടങ്ങളിൽ നിന്ന് തീർത്തും അപ്രത്യക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ.